ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം കേവലം ഒരു ആശ്വാസവാക്കല്ല, അതൊരു മികവുറ്റ സത്യമാണ്. 10 മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധയും ഹൃദയവും എനിക്ക് നിങ്ങൾ തന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അത്ഭുതത്തിൻ്റെ വഴി തുറന്ന് കയറാൻ ഞാൻ നിങ്ങളെ നിശ്ചയമായും സഹായിക്കും. ഇന്നത്തെ പ്രവചനദൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങളുടെ കൈകൾ കൊണ്ട് കൂടുതൽ പരിശ്രമിച്ചിട്ടും കാലുകളാൽ കൂടുതൽ ഓടിയിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള അഭിഷേകവും പ്രാപ്തിയും കർത്താവ് ഇന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഒരു കാര്യം നടക്കേണ്ടതിന് വേണ്ടി കയറി ഇറങ്ങി മടുത്തവരായിരിക്കാം നിങ്ങൾ, പക്ഷേ ദൈവം ആ കാര്യത്തെ നിങ്ങൾക്കായി ചെയ്യും. ഇന്നലെ ഞായറാഴ്ച സഭയിൽ ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യമുണ്ടായിരുന്നു. 1-2 വാക്കുകളിൽ അത് സൂചിപ്പിക്കാം. തൻ്റെയും തൻ്റെ ഭാര്യയുടെയും ആധാർ കാർഡിലെ അഡ്രസ്സ് ഒന്ന് തിരുത്താൻ കഴിഞ്ഞ 6-7 വർഷമായി വളരെ ഓടിയ ഒരു മനുഷ്യൻ MLAക്ക് കത്ത് കൊടുത്തു. MBA താൻ പോയി കണ്ടു. പോസ്റ്റൽ ഓഫീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നു. എന്നിട്ടെങ്ങും തനിക്ക് നടക്കാതെ പോയ ഒരു കാര്യം, അവിടെ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും തൻ്റെ ഈ ഡോക്യുമെൻറ്റുകളെല്ലാം കമ്പ്യൂട്ടർ റിജക്റ്റ് ചെയ്യുകയാണ്. ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ യാതൊരുവിധമായ നിയമപരമായ രേഖകളും തനിക്ക് വേണ്ട വിധം ഉപകാരപ്രദമല്ലാതെ പോയൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ 7 വർഷമായി കഠിനാധ്വാനം ചെയ്തിട്ടും നടക്കാതിരിക്കുന്നൊരു കാര്യത്തെ പ്രതി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ നവംബർ മാസം ദൈവം ആ കാര്യത്തെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യം കൂടെ നേരെയാക്കി തരുമെന്നുള്ളൊരു വാഗ്ദത്തം ആ ദൈവദാസൻ കേട്ടു. അതേ തുടർന്ന് താൻ പ്രാർത്ഥനയോടെ കടന്നുപോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു ആധാർ കാർഡ് ശരിയാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തിന് ആധാർ കാർഡ് മാത്രമല്ല, കൂടുതൽ പാൻ കാർഡും ഒപ്പം പാസ്പോർട്ടും കൂടെ ലഭിക്കുകയുണ്ടായി. ഇന്നലെ ആ പാസ്പോർട്ടുമായി ചർച്ചിൽ വന്ന് അദ്ദേഹം ആ സാക്ഷ്യം വളരെ ഹൃദയ നൈർബല്യോദയോടുകൂടെ അവിടെ നിന്ന് എല്ലാവരോടും നിറമിഴികളോടുകൂടെ പ്രസ്താവിക്കുകയുണ്ടായി. നിങ്ങൾ പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായി നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, കൂടുതൽ ഇനിയും അധ്വാനിച്ച് നേരം കളയേണ്ട, നിങ്ങൾ കുറച്ചു നേരം വിശ്രമിക്കാൻ തയ്യാറാവുക. വിശുദ്ധ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ പരിശുദ്ധ വചനം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ, അടങ്ങിയിരിക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെടും. അടുത്ത വാക്ക് എങ്ങനെയാണ്? വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. കൂടുതൽ റെസ്റ്റ് ഇല്ലാതെ ഓടുക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നില്ല. ദൈവത്തെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് ഇറങ്ങി പൊയ്ക്കൊള്ളുവിനെന്നും കർത്താവ് പറയുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ദൈവത്തോടൊപ്പം വിശ്രമിക്കുന്നതും. ചില കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കുന്നില്ല എങ്കിൽ ഇന്ന് പകൽ മറ്റു വഴികൾ ആലോചിക്കാമെന്ന് ചിന്തിക്കാൻ വരട്ടെ. കർത്താവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിനക്ക് ആ കാര്യം ചെയ്തു തരാം, പക്ഷേ നീ കുറച്ചു നേരം അടങ്ങിയിരിക്കണം. കൊല്ലത്തു നിന്നും വളരെ വേദനയോടുകൂടെ പ്രാർത്ഥിക്കുവാനായി കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച എൻ്റെ ഓഫീസിൽ ഒരു കുടുംബം വരികയുണ്ടായി. അവരുടെ മുൻപിലെ കടുത്ത പ്രയാസങ്ങൾ എല്ലാം കേട്ട ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കവേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, 4 ദിവസം അവരോട് സംയമനപൂർവ്വം വീട്ടിൽ തന്നെ ഇരുന്നോ അല്ലെങ്കിൽ സുരക്ഷിതമായൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക, ഇത് മാത്രം പറയാൻ പറഞ്ഞു. അവരൊരുപാട് വിഷയങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഓഫീസിൽ വന്ന് കാണുകയാണ്. അവരൊരുപാട് കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് ഈ കാര്യം മാത്രമാണ് അവരോട് പറഞ്ഞത്. അന്നേരം അവർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇങ്ങനെ ഒറ്റ വാക്കിൽ ഈ കാര്യത്തിൻ്റെ ഉത്തരം തന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വാരി വിവരിച്ച് ഉത്തരം തരത്തക്ക വിധം ഞാനല്ലല്ലോ നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതല്ലേ ഞാൻ പറയുന്നത്. 4 ദിവസം നിങ്ങളോട് വെറുതെ വിശ്രമിക്കുക, മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക, ഇത് മാത്രമാണ് കർത്താവ് പറയുന്നതെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഹസ്ബൻഡ് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞതല്ലേ, നമുക്കതുപോലെ ചെയ്യാം. അങ്ങനെ കേരളത്തിലെ ഒരു നല്ല ഡാമിൻ്റെ അരികിലുള്ള ഒരു സ്ഥലം അവർ കണ്ടെത്തി. അവിടേക്ക് കുടുംബത്തോടൊപ്പം മനുഷ്യൻ യാത്ര ചെയ്തു. അങ്ങനെ അവിടെ ചെന്ന് റൂം എടുത്തു. 2-3-4 ദിവസം അല്പനേരം പ്രാർത്ഥിക്കും, ബാക്കിയുള്ള സമയം കിടന്നുറങ്ങും. പിന്നെയും പ്രാർത്ഥിക്കും, പിന്നെയും കിടന്നുറങ്ങും. മറ്റൊന്നും ചെയ്യുന്നില്ല, ഉറങ്ങുക, പ്രാർത്ഥിക്കുക. ആഹാരം കഴിക്കുന്നുണ്ട് കേട്ടോ, ഉപവാസമൊന്നുമല്ല. ഈ പ്രാർത്ഥനയും പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിലെ ഓരോ വ്യക്തികളും വീതം ഭാഗികമായിട്ടൊക്കെ ഉച്ചവരെയൊക്കെ ഉപവസിക്കുകയും മറ്റൊക്കെ ചെയ്തു, ഓരോരുത്തരുടെ വീതം. എല്ലാവരും എന്നാൽ സന്തോഷത്തിൽ തന്നെയാണ്. ഈ പ്രാർത്ഥനയും വിശ്രമവും ഇങ്ങനെ നടന്നു.
അവരോട് ഞാൻ പറഞ്ഞിരുന്നു, ദൈവം നിങ്ങളോട് റെസ്റ്റ് ചെയ്യാൻ മാത്രമാണ് പറയുന്നത്, അതുകൊണ്ട് സംഘർഷഭരിതമായ ഒരു കാര്യത്തിൽ ഇടപെടരുത്. അന്നേരം അവർ ചോദിച്ചു, ഞങ്ങളെന്നാ ഫോൺ വരെ അങ്ങ് സൈലൻ്റ് ആക്കിയേക്കട്ടെ. ആക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആരും വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ടെന്ന് കരുതി ഫോൺ വരെ അവർ മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം ഒരു 3-4 ദിവസം മാറിയിരുന്ന് അങ്ങനെ ആ ഡാമിൻ്റെ തീരത്തുള്ള ആ നല്ല റിസോർട്ടിൽ 3-4 ദിവസം പ്രാർത്ഥനയും പരിപാടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. കൂടുതലും വിശ്രമമാണ് കേട്ടോ. 4 ദിവസം കഴിഞ്ഞ് വൈകുന്നേരം എന്നെ വിളിച്ചു, പാസ്റ്ററെ 4 ദിവസം കഴിഞ്ഞു കേട്ടോ. ഞാൻ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ രസമായിരുന്നു. കാരണം ഒരു ഡാമിൻ്റെയൊക്കെ തീരത്ത് വന്ന് താമസിക്കല്ലേ, അത് വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഇനിയും തിരിച്ച് ആ പ്രശ്നത്തിലേക്ക് തന്നെയാണല്ലോ പോകുന്നത്. ഒന്ന് പ്രാർത്ഥനയിൽ ഓർത്തേക്കണേ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയപ്പെട്ടവരെ, മടങ്ങി ഭവനത്തിലെത്തി. പിറ്റേ ദിവസം എന്നെ വിളിച്ചു, ദേവദാസനെ, മനസ്സിന് വലിയ സമാധാനമുണ്ടെന്ന് മാത്രമല്ല, സന്തോഷകരമായ 1-2 വാർത്തകൾ ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു കേട്ടോ. ആ വാർത്തകൾ ഓരോന്നും എണ്ണി പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു. വിശ്രമിക്കുക എന്ന് പറയുന്ന കാര്യം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അതിന് ഇത്രയും പവർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞത് ഇപ്പോഴാണ്. മറ്റൊന്നുമല്ല, എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ അടുക്കിലേക്ക് വന്നു. നിലവിൽ ജോലിയില്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു പദ്ധതി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് വയനാട് പോലെയുള്ളതായ ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോകാൻ പറ്റുമോ? എന്താണ് കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞു, അവിടെ ഞാനൊരു സഞ്ചാരികൾക്ക് വേണ്ടി, വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് അവിടെ പോയി കാര്യങ്ങളൊന്ന് നോക്കി നടത്താൻ പറ്റുമോ? നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? എന്നെ പറഞ്ഞു, കഴിഞ്ഞ 4 ദിവസം ഞാനൊരു റിസോർട്ടിലായിരുന്നു. ഞാൻ ഫാമിലിയായിട്ട് അവിടെ പോയി പാർത്തിട്ട് വരികയാണ്. ഓ, നീ അങ്ങനെയൊക്കെ പോകാറുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഈ കാര്യം ഒന്ന് ചെയ്യാവൂ, നിനക്കാകുമ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. കൂടുതൽ കാര്യങ്ങളൊന്നും ഇദ്ദേഹം പറഞ്ഞില്ല. ഓൾറെഡി സഞ്ചാരത്തിനൊക്കെ പോകുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അവബോധമൊക്കെ ഉണ്ടാവുമല്ലോ. നിന്റെ അനുഭവ പരിജ്ഞാനത്തിൽ നീ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. ജോലിയില്ലാതെ 1.5 വർഷത്തോളം വീടിനകത്ത് ബന്ധിക്കപ്പെട്ടവനെ പോലിരുന്ന മനുഷ്യനോട് കർത്താവ് പറഞ്ഞ കാര്യം എന്താ? വിശ്രമിക്കുക. ആ വിശ്രമത്തിന് താൻ തിരഞ്ഞെടുത്ത സ്ഥലം ഒരു ദൈവപ്രവൃത്തിക്ക് വേദിയായി മാറി. അവിടെ താൻ താമസിക്കുന്ന ദിവസങ്ങളിലൊന്നും ഈ കാര്യം ഉണ്ടായില്ല. അവിടെ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഈ കാര്യത്തിനകത്തൊരു തീരുമാനമെത്തുകയാണ്. നിങ്ങൾ പറ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വിശ്രമിച്ചാൽ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ? കൂടുതലും ആശങ്ക നിറഞ്ഞ് ഓടുന്നതിൻ്റെ ഇടയിലാണ് നമ്മളൊക്കെ വിശ്രമിക്കാൻ മറന്നു പോകുന്നത്. ഒരു ദീർഘദൂര യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനം നമ്മളൊന്ന് സൈഡ് ഒതുക്കി കുറച്ചു നേരം അത് ഓഫാക്കി ഇടാറുണ്ട്. എന്തിനാണ്? സുഗമമായി, അത് കാര്യക്ഷമമായി പിന്നെയും യാത്ര താണ്ടാൻ തക്കവന്ന പ്രവർത്തന സജ്ജമാകേണ്ടതിന് വേണ്ടി. നാം കഠിനമായി അധ്വാനിക്കുന്നതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൃത്യമായ ഇടവേളകൾ എടുക്കുക, കൃത്യമായ വിധം വിശ്രമത്തിന് സമയം മാറ്റിവെക്കുക എന്ന് പറയുന്നത്. ഊണും ഉറക്കവുമില്ലാതെ, മാറ്റിവെക്കാൻ നേരമില്ലാതെ, ഒന്ന് മിണ്ടാൻ പോലും സമയമില്ലാതെ ഓടുന്ന ഓട്ടപ്പാച്ചിലുകളിടയിൽ നമ്മൾ എവിടെ ചെല്ലുമെന്നായി പറയുന്നത്? കർത്താവ് നിങ്ങളോട് പറയുന്നു, എന്നെ ആശ്രയിക്കുന്നതും വിശ്രമിക്കുന്നതും നിന്റെ ബലമാണെന്ന് നീ അറിയുക. വിശ്രമിക്കുന്നതും ആശ്രയിക്കുന്നതും നിങ്ങളുടെ ബലം. ഇൻഷുറൻസ് തീർന്നു പോയതറിയാതെ വാഹനവുമായി നിരത്തിലിറങ്ങി ആ വണ്ടി ഒരാളെ ഇടിച്ചു, കേസായി. ഈ ഒരു വിഷയത്തിൽ അകപ്പെട്ട് ഒരു കുടുംബം എന്നെ കണ്ട് പ്രാർത്ഥിക്കാൻ ഓഫീസിലെത്തി. നിലവിൽ കേസാണ്, വലിയൊരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപകടത്തിൽപ്പെട്ടയാൾക്ക് ഒടിവുകളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ വല്ലാത്ത ഒരു വേദനയിലേക്കാണ് ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം നീങ്ങുന്നത്. പ്രാർത്ഥിക്കാനെത്തുമ്പോൾ ആ കുടുംബത്തിലെ അംഗം എന്നോട് പറഞ്ഞത്, കൈവിട്ട കളിയാ പാസ്റ്ററെ, ഇനി നിക്കക്കളി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ അവർ വിഷയത്തെ വല്ലാതെ ഊതിപ്പെരുപ്പിച്ച് വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിയമപരമായിട്ട് നമ്മൾ തോക്കും, എല്ലാ അർത്ഥത്തിലും നമ്മൾ തോക്കും. നിലവിലിപ്പോൾ ഒരു സാധ്യതയും കാണുന്നില്ല രക്ഷപ്പെടാൻ. ഞാൻ ആ മനുഷ്യൻ്റെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, കൈവിട്ട കളിയാണെന്നല്ലേ പറഞ്ഞത്, പിടിവള്ളിയെല്ലാം വിട്ടു നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത്. ചുരുക്കത്തിൽ ഇപ്പോൾ കൈ രണ്ടും ഫ്രീ ആണല്ലോ. അങ്ങനാണെങ്കിൽ ഇപ്പോൾ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങൾക്ക് 1.5 ദിവസം സമയം പരിശുദ്ധാത്മാവിൽ ഞാൻ അനുവദിച്ചു തരാം. 1.5 ദിവസം സമയം വേറെ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുക. കേട്ടിട്ട് എന്നോട് പറഞ്ഞു, 1.5 ദിവസം വീട്ടിൽ തന്നെ ഇരുന്നാൽ ഈ പ്രശ്നം അത് വലിയൊരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഇടതടവില്ലാതെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ എങ്ങനെയും തറ പറ്റിക്കുക എന്ന് പറയുന്ന ഒരു ഗൂഢ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ട്. കൂട്ടത്തിൽ ഞങ്ങളുടെ 1-2 ബന്ധുക്കളും കൂടെ അവരുടെ പക്ഷത്ത് ചെയ്യാതെ ഞങ്ങളെ വല്ലാതെ ടോർച്ചർ ചെയ്യാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ വിഷയത്തിനകത്ത് 1.5 ദിവസത്തെ ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ മാറിയിരുന്നു. ഈ 1.5 ദിവസത്തിനകം എന്തെങ്കിലും ഒന്ന് നടക്കണം. ഇന്നലെ നടക്കാത്തത് നാളെ ഉച്ചയ്ക്ക് നടക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? 1.5 ദിവസം എങ്ങനെ ഈ ഒരു വിഷയത്തിൻ്റെ പുറകിൽ പിടിച്ചു നിൽക്കാൻ പറ്റും? എന്തായാലും കർത്താവ് പറയുന്നതല്ലേ, അനുസരിക്കാമെന്ന് പറഞ്ഞ് 1.5 ദിവസത്തെ ഒരു ഇടവേള എടുത്ത് ഇവരും ഇങ്ങനെ മാറി നിൽക്കുക. അന്നേരം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രശ്നത്തിൻ്റെ തീവ്രതയിൽ അകപ്പെട്ടു പോയ പല മനുഷ്യരോടും വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വെറുതെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ കർത്താവ് പ്രവർത്തിച്ച 100 സാഹചര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഇവരോട് ഈ കാര്യം പറയുന്നത്. പക്ഷേ കേൾക്കുന്നവർക്ക് അത്രത്തോളം അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലല്ലോ. കാരണം അവരുടെ പ്രശ്നം നെഞ്ചത്ത് തീയുമായിട്ട് നടക്കുകയാണ്. എങ്കിലും വീട്ടിൽ തന്നെ ഇരുന്നു. ആ മനുഷ്യന് ഭവനത്തിലിരിക്കുമ്പോഴൊക്കെ നെഞ്ചിനകത്ത് ഇങ്ങനെ വായു കയറി അടഞ്ഞിരിക്കുന്ന പോലെ വല്ലാത്ത വിമിഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും തനിക്ക് വരുന്ന ഫോൺ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ഉച്ചവരെ പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാവുന്ന ഇരുന്നപ്പോൾ തൻ്റെ വൈഫ് പറഞ്ഞു, ഇപ്പോൾ പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഒരുപാട് ഫോൺ കോളുകൾ വന്നിട്ട് ഒന്നും എടുത്ത് സംസാരിച്ചിട്ടില്ല. ഒരു 5:30 ആയപ്പോൾ വീട്ടുമുറ്റത്തൊരു ഓട്ടോറിക്ഷ വന്നു. ആ ഓട്ടോറിക്ഷയിൽ നിന്നും ഈ പ്രസ്തുത കുടുംബത്തിലെ അപ്പനും വേറെ ഒരാളും കൂടെ ആ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ വരവ് കണ്ടപ്പോഴേ ഈ മനുഷ്യന് മനസ്സിലായി. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന് പടിവാതിക്കലെത്തി ചീത്ത വിളിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെ എന്നാലും അകത്തേക്ക് ആനയിച്ചിരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്കിപ്പം നിങ്ങൾ ചോദിക്കുന്ന പോലെ വലിയ തുകകളോ ലക്ഷങ്ങളോ ഒന്നും തരാൻ എന്നെക്കൊണ്ട് നിർവാഹമില്ല. പക്ഷേ എന്തിനു ചെയ്യണമെന്ന് എനിക്കുണ്ട്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും തരാനുള്ളതായ സാഹചര്യമോ സാവകാശമോ ഒന്നും എനിക്കില്ല. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് എന്ന് സ്നേഹത്തോടെ പറഞ്ഞു. ആ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂടെ വന്നയാൾ അദ്ദേഹത്തോട് പറഞ്ഞു, അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഇവരുടെ ഈ ഒരു മകൻ്റെ സഹോദരി, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു മകൾ, ആ കുട്ടി ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷേ പോക്ക് മുടങ്ങി കിടക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പം ഈ ആശുപത്രി കേസോട്ട് മറ്റു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ കൊച്ചിനൊന്ന് കയറിപ്പോകണം. അതിന് അടിയന്തരമായിട്ട് ചില പൈസ വേണം. നിങ്ങളെ കൊണ്ടൊന്ന് സഹായിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പറ. ഈ മനുഷ്യൻ തനിക്ക് കൊടുക്കാൻ കഴിയുന്നൊരു തുക പറഞ്ഞു. ആ തുകയ്ക്കകത്ത് അവർ സമ്മതം പറഞ്ഞു. തലയ്ക്ക് മീതെ ഭീമാകാരമായി നിന്നിരുന്നൊരു പ്രശ്നം തൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഒഴിഞ്ഞുപോയി. വിശ്രമം കൊണ്ട് അടുത്തൊരു അത്ഭുതം അവിടെ തുറക്കപ്പെടുകയാണ്. അതും തീർന്നില്ല. ഈ കുട്ടി വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ ചെന്നിറങ്ങിയാൽ അടുത്ത കാര്യം എങ്ങനെ? കാര്യങ്ങൾ ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മോളും ആ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ന സ്ഥലത്ത്. വലിയ സമാധാനമായി. കാരണം ചെന്നിറങ്ങുമ്പോൾ കൈക്കൊള്ളാൻ പരിചയമുള്ള ഒരാൾ, ചുരുക്കത്തിൽ ശത്രുതയിലായി പോകേണ്ട വലിയൊരു പ്രശ്നം ഒരു സഖ്യതയിൽ പര്യവസാനിക്കുന്നതിന് കാരണമായി. ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നമ്മൾ ആരും ചിന്തിക്കാത്തതാണ്. വിശ്രമിക്കുക, ആശ്രയിക്കുക, അത് നിങ്ങളുടെ ബലമാണ്. നിങ്ങളെക്കൊണ്ട് ഉത്തരം കൊടുക്കാൻ വയ്യാത്ത ഒരു പ്രശ്നത്തിലായിരിക്കാം നിങ്ങൾ ഇന്ന് രാവിലെ എൻ്റെ വാക്ക് കേൾക്കുന്നത്. നിങ്ങൾ എത്ര പറഞ്ഞാലും അടങ്ങാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ മറുഭാഗത്ത് നിൽക്കുന്നത്. വായിട്ടലയ്ക്കാൻ പോകല്ലേ, പറഞ്ഞവരുടെ കാര്യം ന്യായവും തെളിയിക്കാൻ വേണ്ടി തൽക്കാലം മെനക്കെടല്ലേ. ഇതൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ, ഒന്നും വർക്കാകുകയല്ല. മിണ്ടാതിരിക്കുക, സംയമനം പാലിക്കുക. അല്പനേരം നീ നിന്റെ നാവടക്കി വെക്കുക. നിന്റെ മനസ്സിനോട് ശാന്തമായിരിക്കാൻ പറ. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നു, സ്വൈര്യമായിട്ട് കുറച്ചു നേരം മാറിയിരിക്കാൻ ഇന്ന് നീ നേരം കണ്ടെത്തിയാൽ നിനക്ക് വേണ്ടി ഞാൻ ഒരു അത്ഭുതം ചെയ്യും. ആ മാറിയിരിക്കുന്ന നേരത്ത് നീ കൂടുതൽ പ്രാർത്ഥിക്കാനും നിൽക്കണ്ട, നീ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും നിൽക്കണ്ട. നീ സ്വസ്ഥമായിട്ട് മിണ്ടാതെ മാത്രം മാറിയിരിക്കുക. ചില നിശബ്ദതകൾക്ക് പുറകിൽ വലിയ ദൈവപ്രവൃത്തികളുണ്ട്. സ്നാപക യോഹന്നാൻ പിറവിയെടുക്കുന്ന നേരത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേട്ടപ്പോൾ സെഖരിയ പുരോഹിതന് വല്ലാത്ത ഒരു അങ്കലാപ്പായിപ്പോയി. ആ സമയത്ത് ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവം സംസാരിക്കുകയാണ്, തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എൻ്റെ വാക്ക് നീ വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കുന്ന നാൾ വരെ നീ ഊമനായിരിക്കും. നോക്കിക്കേ, ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നാണ് എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും ഇതിനെ വിശേഷിപ്പിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ എനിക്കവിടെ തോന്നിയ കാര്യം വ്യത്യസ്തമായൊരു കാര്യമാണ്. അത് ശിക്ഷയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുന്ന നേരമാണ്. ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവം പ്രവർത്തിക്കുന്ന ആ സമയത്ത്
മനുഷ്യൻ്റെ നാവ് കൊണ്ട് അവനത് പറഞ്ഞു മുടക്കാതിരിക്കാൻ, അതിൻ്റെ മഹിമ കെടുത്തുന്ന ഒരു പദം അവൻ്റെ വായിൽ നിന്ന് വരാതിരിക്കാൻ ദൈവം അത് ഭവിക്കുന്ന കാലം വരെ അദ്ദേഹത്തെ സൈലൻ്റായിട്ടിരിക്കാൻ അനുവദിച്ചു. നിങ്ങൾ മിണ്ടാതിരുന്നാൽ, നിങ്ങൾ ഈ സമയങ്ങളിൽ കുറച്ച് നിമിഷം മാറിയൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ തലയ്ക്ക് മീതെ ചവിട്ടിക്കയറാൻ വന്നു നിൽക്കുന്ന ആ പ്രശ്നം നിങ്ങളുടെ കൺമുമ്പിൽ നിന്നും ഒഴുകി പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. വലിയ കലക്കവെള്ളം കയറി വരുന്നത് പോലെയുള്ളൊരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നീ ഇന്നായിരിക്കുമ്പോൾ നിന്നെ മൂടാൻ വരുന്ന വെള്ളം തിരിച്ചൊഴുകുന്നൊരു കാഴ്ച നിനക്ക് കാണണോ? ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറഞ്ഞു, ഞാനത് ചെയ്യും. നിന്റെ മുമ്പിലെ തടസ്സവും വൈരികളും അതുപോലെ പടിയിറങ്ങിപ്പോകും. കുഞ്ഞെ, നിനക്ക് ഞാൻ വിശ്രമം തരുന്നു, നീ എന്നിൽ ആശ്രയിക്കുക. ഇത് നിന്റെ ബലമായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ഏത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുമ്പിലാണേലും, ഏത് പ്രശ്നത്തിൻ്റെ മുമ്പിലാണേലും നിങ്ങൾ കൂടുതലൊന്നും ഇന്ന് ചെയ്യേണ്ട, വിശ്രമവും സ്വസ്ഥതയും മാത്രം മുറുകെ പിടിക്കുക. അവധി ഇനി തരാനില്ല, ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് വളരെ ഹൃദയവേദനയോടുകൂടെ ചില മാസങ്ങൾക്ക് പുറകിൽ കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഒരമ്മച്ചി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, പാസ്റ്റേ, ഇങ്ങോട്ടേക്ക് അവർ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. ഞാനതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്കാണ് ദേവദാസനെ വിളിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ കാശുമില്ല പാസ്റ്റേ. പക്ഷേ ഒന്ന് പ്രാർത്ഥിക്കുക പാസ്റ്റേ, ഞാൻ അവിടെ ചെന്നൊന്ന് കയറുമ്പോൾ എന്തെങ്കിലും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ. അന്നേരം ഞാൻ അമ്മയോട് ചോദിച്ചു, അവിടെ ചെന്നിട്ട് എന്ത് പറയാനാണ് പോകുന്നത്? എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഒന്നും പറയണ്ട, ചെന്ന് ആ സ്ഥാപനത്തിൽ അതിൻ്റെ അധികാരിയുടെ മുമ്പിൽ ചെന്ന് കുറച്ചു നേരം ഇരിക്കുക മാത്രം ചെയ്യുക. ദൈവദാസൻ പറഞ്ഞതല്ലേ, ഞാനത് അനുസരിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ് ആ സ്ത്രീ പോയി. പക്ഷേ ഇവരോട് ഈ വാക്ക് പറയുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനൊരു വാക്ക് പറഞ്ഞു. ഇസ്രായേൽ ജെറിഹോ കോട്ടയ്ക്ക് ചുറ്റും നടന്നത് നിശബ്ദമായിട്ടാണ് 6 ദിവസങ്ങൾ. 7-ാം ദിവസമാണ് അവർ ആർപ്പിട്ടത്. 6 ദിവസങ്ങൾ അവരെ സംബന്ധിച്ചോളം ഒച്ചപ്പാടും ബഹളങ്ങളുമില്ലാത്ത നേരങ്ങളായിരുന്നു. അപ്പോൾ സൈലൻ്റായിട്ട് അവിടെ ചെന്ന് കുറച്ച് നേരം ഇരിക്കുന്നതോടുകൂടെ കാര്യങ്ങൾ മാറും. എന്നിട്ട് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, 7 മിനിറ്റ് അമ്മ അവിടെ സൈലൻ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു. ശരി പാസ്റ്റേ, ഞാൻ വാച്ചേ നോക്കി ഞാൻ ആ കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു പോയി. ആ ബാങ്കിൽ ചെന്നു. 7 മിനിറ്റ് അവിടെ സൈലൻ്റായിട്ട് ആ മാനേജറുടെ ക്യാബിൻ്റെ അവിടെ കയറി ഈ സ്ത്രീ കസേരയിലിരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്നാ വന്നേ? നേരത്തെ വന്ന ജപ്തി കടലാസ് എടുത്ത് കൈ കൊടുത്തു. ഇതിപ്പോൾ എന്നാ ചെയ്യുന്നേ? എന്നാ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളെല്ലാം പറ. നിങ്ങളുടെ കാശുണ്ടോ? നിങ്ങൾക്ക് അടവ് മുടങ്ങി കിടക്കുകയാണല്ലോ. ഇങ്ങനെ പല ചോദ്യങ്ങൾ ആ വ്യക്തി തുടർമാനമായിട്ട് ഈ സ്ത്രീയോട് ചോദിച്ചു. ഒന്നിന് പോലും ഉത്തരം പറയാൻ കഴിയുന്ന സാഹചര്യമല്ല, കാരണം കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന ഇവരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ ഈ കാര്യങ്ങളൊന്നും നടപ്പിലാകില്ല, നിങ്ങൾ എന്തെങ്കിലും പറ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ സാറേ ഉത്തരം. എനിക്കെൻ്റെ കൈ കൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും എൻ്റെ അവസ്ഥ കൊണ്ടും എനിക്കിത് മാത്രമേ ഉള്ളൂ. അങ്ങ് എന്ത് ചെയ്താലും ഞാനിതുപോലെ മിണ്ടാതെ അങ്ങ് സഹിക്കും. അതിന് തയ്യാറായിട്ടാണ് വന്നേക്കുന്നത്. ആ സമയത്ത് അവിടേക്ക് ഉച്ചയ്ക്കത്തെ ചായയും പരിപ്പൂടയും ഒക്കെ ആയിട്ട് ഒരാൾ കയറി വന്നു. ആ മാനേജർ ആ ചായ എടുക്കുന്ന കൂട്ടത്തിൽ ഈ സ്ത്രീക്കും ഒരു ചായ കൊടുക്കാൻ പറഞ്ഞു. ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ കൊണ്ട് ഇത് തീർക്കാൻ പറ്റുമോ? ഉള്ള അവസ്ഥ തീർത്ത് പറഞ്ഞു, നടക്കത്തില്ല. എത്ര പ്രഷർ ചെലുത്തിയാലും ഞങ്ങളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല സാറേ. കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി, അവസ്ഥകളൊക്കെ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പോയിക്കൊള്ളുക, ഞാൻ 2 ദിവസത്തേക്കകം നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കാം. 2 ദിവസം കഴിഞ്ഞ് ഈ ബാങ്കിൽ നിന്നും ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കി തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, പക്ഷേ പലിശയിലുമൊക്കെ വലിയൊരു ഇളവ് ചെയ്തു തരാം. ഒറ്റത്തവണ കൊണ്ട് അടയ്ക്കാൻ പറ്റും. ഒറ്റത്തവണ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല, അതിനുള്ളതായ സാഹചര്യങ്ങളില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മാസം എത്ര വെച്ച് അടയ്ക്കാൻ പറ്റും? അന്നേരം ഒരു തുക പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ലോൺ ഞാൻ ചെയ്തു തരാം. ആ ലോണിനകത്ത് തിരിച്ചടവരാണ്ട് ഈ പറയപ്പെടുന്ന ചെറിയൊരു തുകയാണ്. ആ തുക പുതിയ ലോണിന് അടയ്ക്കണം. നിലവിലുള്ളത് നമുക്ക് ക്ലോസ് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ പേരിൽ എടുക്കാൻ പറ്റത്തില്ല. അന്നേരം പറഞ്ഞു, മകൾ ഇതുപോലെ പുതിയൊരു സ്ഥാപനത്തിൽ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ സാലറി സർട്ടിഫിക്കറ്റൊക്കെ ഒക്കെ വെച്ച് ഏതോ ഒരു വകുപ്പിൽ ഇവർക്കൊരു ലോൺ അവർ സജ്ജമാക്കി കൊടുത്തു. നിലവിലുള്ള ബാധ്യത അവിടെ തീർന്നു. ചുരുക്കി പറഞ്ഞാൽ, പരിഹരിക്കാൻ വയ്യാത്തൊരു പ്രശ്നത്തെ അതേ സ്ഥാപനത്തിലെ നടപടിയെടുക്കാൻ പോകുന്ന അധികാരികളെ കൊണ്ട് തന്നെ
ദൈവം ഇടപെട്ട് ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് അത് ദൈവം മാറ്റിക്കൊടുക്കുന്നൊരു കാഴ്ച കാണുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ചില കാര്യങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കർത്താവ് ചെയ്യും. അത് ചെയ്യുന്നതിനും തൊട്ട് മുമ്പ് നിങ്ങളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് നീ കുറച്ചു നേരം ആ കൈപ്പാങ്ങിന് പോയി മിണ്ടാതിരിക്കണമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇന്നേക്ക് പല കാര്യങ്ങളും അത്ഭുതകരമായി സംഭവിക്കുന്നതിന് തൊട്ടുപുറകിൽ ഒരു നിശബ്ദ നേരത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഒരു നിശബ്ദ നേരത്തിലൂടെ ആരോടും മിണ്ടാൻ താല്പര്യമില്ലാതെ, ആരും പറയുന്നതിന് മറുപടി പോലും പറയാനുള്ളതായ മാനസിക ശാരീരിക ബലമില്ലാതെ നിങ്ങൾ തളർന്നു പോയ ഒരാളായി നിങ്ങൾ മൂവ് ചെയ്ത ആ സമയത്തിന് ശേഷമാണ് ഏതോ ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മിറാക്കിൾ മൊമെൻ്റ് ഇനിയും റിപ്പീറ്റ് ചെയ്യും. അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സിറ്റുവേഷൻ ഒരിക്കൽ കൂടെ കടന്നു വരണം. ഏത്? വിശ്രമവും ആശ്രയവും നിങ്ങളുടെ ബലമായി തീരാൻ ദൈവത്തിൽ നിങ്ങൾ സമാധാനത്തിൽ കുറച്ചു നേരം ഇരിക്കാൻ അനുവദിക്കണം. ഇന്നത്തെ പ്രവചന ദൂത് നിങ്ങളോട് വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ദൂതാണ്. കുറച്ചു നേരം വിശ്രമിക്കുക എന്ന് പറയുന്ന ആലോചനയാണ്. നിങ്ങളത് ചെയ്താൽ ഒരത്ഭുതം നിങ്ങൾ കാണുമെന്നാണ് നിങ്ങളോട് പറയുന്നത്. വെറുതെ ഇരിക്കൂ, ഒരത്ഭുതം നിങ്ങൾക്കായി കടന്നു വരും. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ ഈ ദൈവിക ദൂതനായി സ്തോത്രം. ഇതൊരു അത്ഭുതകരമായ ദൈവിക ഇടപെടലാണ്. വിശ്രമിച്ച് കുറച്ചു നേരം മാറിയിരിക്കും, ഞാൻ നിൻ്റെ കാര്യം നോക്കാമെന്ന് കർത്താവ് ഞങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ ദൂതൻ്റെ മുമ്പിൽ ഹൃദയം തുറന്ന് ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപ പകരണം, അനുഗ്രഹം ചൊരിയണം. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദൈവാലോചനയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകൂ. വെറുതെ ഇരിക്കെ ഇന്നത്തെ അത്ഭുതം അങ്ങോട്ട് പ്രാപിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ ഉന്നതമായ സ്നേഹവും യേശുരാജാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.